ഗാർഡിയൻസ് ഓഫ് ദി ഗ്രീൻ ഈസ് ഇന്ത്യസ് നാച്ചുറൽ ലോ ഓഫ് ഫാഡിംഗ്. നിങ്ങൾ ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക. പക്ഷേ മുൻകൂട്ടി അനുവാദം വാങ്ങുന്നതിന് പകരം നിങ്ങൾ അത് പണിയുകയും പിന്നീട് പിഴയടച്ച് അതിനെ നിയമവിധേയമാക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ പോസ്റ്റ് ഫാക്ടോ എൻവയോൺമെന്റൽ ക്ലിയറൻസ് എന്ന് വിളിക്കുന്നത്. ഇന്ത്യയുടെ പരിസ്ഥിതി നിയമങ്ങൾ ഇപ്പോൾ വാർത്തകളിൽ നിറയാനുള്ള പ്രധാന കാരണവും ഇതുതന്നെയാണ്. പതിറ്റാണ്ടുകളായി ഇന്ത്യ ഹരിത നിയമങ്ങളിൽ ലോക നേതാവായിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21, അതായത് ജീവിക്കാനുള്ള അവകാശം ഉപയോഗിച്ച് ശുദ്ധമായ പരിസ്ഥിതിയില്ലാതെ യഥാർത്ഥത്തിൽ ഒരു ജീവിതം സാധ്യമല്ലെന്ന് നമ്മൾ വാദിച്ചിരുന്നു. എന്നാൽ അടുത്ത കാലത്തായി നാശമുണ്ടാകുന്നത് തടയുന്ന രീതിയിൽ നിന്നും നാശമുണ്ടായതിനു ശേഷം അത് പരിഹരിക്കാൻ ശ്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഈ മാറ്റം നാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇത് നമ്മൾ ശ്വസിക്കുന്ന വായുവിനെയും കുടിക്കുന്ന വെള്ളത്തെയും ബാധിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു മാറ്റമുണ്ടായത് 2025 ഡിസംബറിലാണ്. പരിസ്ഥിതി ആഘാത പഠനം അഥവാ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ കമ്പനികൾക്ക് ഭൂമി ഏറ്റെടുക്കാൻ അനുവാദം നൽകുന്ന രീതിയിൽ സർക്കാർ ഖനന നിയമങ്ങളിൽ മാറ്റം വരുത്തി. ഒരു EIA എന്നത് പ്രകൃതിയുടെ ആരോഗ്യ പരിശോധന പോലെയാണ്. ഒരു പദ്ധതിക്ക് പ്രകൃതിക്ക് മാറ്റാനാവാത്ത നാശമുണ്ടാക്കുമോ എന്ന് ഇത് മുൻകൂട്ടി പ്രവചിക്കുന്നു. ഇതിനെ ശാസ്ത്രീയ പഠനത്തിന് പകരം വെറും ഒരു ചടങ്ങായി മാറ്റുന്നതിലൂടെ നമ്മുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്ന കവചം നമുക്ക് നഷ്ടമാകാൻ സാധ്യതയുണ്ട്.